പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ക്രിക്കറ്റിന്റെ സംപ്രേഷണം ഇന്ത്യയിൽ നിർത്തി. സംപ്രേഷണ അവകാശമുണ്ടായിരുന്ന ഫാൻകോഡാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. വിശദാംശങ്ങളുമായി എം നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, സംപ്രേഷണം അവസാനിപ്പിച്ചതായി ഫാൻകോഡ് വ്യക്തമാക്കി കഴിഞ്ഞു. മറ്റ് വിശദാംശങ്ങളും കെ പി, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ തുടർന്ന് ഈ ഫാൻകോഡിനെതിരെ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ക്രിക്കറ്റ് മത്സരം ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഫാൻകോഡാണ്. ഫാൻകോഡിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. അതായത് പാകിസ്ഥാൻ പിന്തുണയോടെ ഒരു ഭീകരാക്രമണം നടന്നപ്പോൾ അത് പാകിസ്ഥാനിലെ നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങൾ അത് ഇന്ത്യയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നു. അതിനെതിരെ ഫാൻകോഡിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഫാൻകോഡ് തന്നെ, പാകിസ്ഥാൻ സൂപ്പർ ലീഗിന്റെ ഔദ്യോഗികമായ സംപ്രേഷണാവകാശമുള്ള ഫാൻകോഡ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് ഈ മത്സരം പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ ക്രിക്കറ്റ് മത്സരങ്ങൾ ഇന്നു മുതൽ ഇനി അങ്ങോട്ട് സംപ്രേഷണം ചെയ്യില്ല എന്നാണ് ഫാൻകോഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ മത്സരങ്ങളൊന്നും ഇന്ത്യയിൽ കാണിക്കേണ്ട എന്നാണ് ഫാൻകോഡിന്റെ തീരുമാനം. അവരുടെ വെബ്സൈറ്റിൽ നിന്നും അവരുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്നും അവർ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഇതുവരെ അവരുടെ വെബ്സൈറ്റിൽ അവരുടെ വരാനിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടൂർണമെന്റുകളുടെ ആ ഒരു പട്ടികയിൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് PSL ഉണ്ടായിരുന്നു. എന്നാൽ അത് PSL ആ ഒരു ഭാഗം എന്തായാലും ഇപ്പോൾ ഫാൻകോഡിന്റെ വെബ്സൈറ്റിൽ നിന്നും അവരുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇക്കാര്യം ഫാൻകോഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫാൻകോഡിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ ഫാൻകോഡിനെതിരെ ഉയർന്നിരുന്നു. പാകിസ്ഥാനെ പ്രൊമോട്ട് ചെയ്യുന്ന, പാകിസ്ഥാനെ പുകഴ്ത്തുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ താരങ്ങളെ പുകഴ്ത്തുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇന്ത്യയിൽ വേണ്ട. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ പ്രേക്ഷകർ ഒരിക്കലും PSL കാണരുത് എന്നും അടക്കമുള്ള വിമർശനങ്ങൾ എന്തായാലും ഈ ഒരു ഫാൻകോഡിനെതിരെ ഉയർന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഫാൻകോഡ് ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന PSL മത്സരങ്ങൾ അത് ഇന്നു മുതൽ അങ്ങോട്ട് ഇനി ടെലികാസ്റ്റ് ചെയ്യില്ല, സംപ്രേഷണം ചെയ്യില്ല എന്ന് ഫാൻകോഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. KP, എം നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.